വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഫോൺ 9562 705 777 995 961 904. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതി പൊതുജനസമക്ഷം ലീപ് വികസന പദ്ധതി രേഖ സമർപ്പിച്ചു. സ്കൂളിൽ നടത്തിയ ചടങ്ങ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും അതിൽ പ്രത്യേകിച്ച് കെട്ടിടങ്ങളുടെ അഭാവം കൊണ്ടും ഷിഫ്റ്റ് സമ്പ്രദായം അടുത്ത കാലം വരെ തുടർന്നു പോരേണ്ടി വന്ന വിദ്യാലയമായിരുന്നു നമ്മുടെ വിദ്യാലയം. പക്ഷെ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ സഹായത്തോടെ കൂടുതൽ ക്ലാസ് മുറികളും സൗകര്യങ്ങളും നമുക്ക് ലഭ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു പ്രയാസം നമുക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്തെ വിദ്യാലയത്തിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗേൾസ് ഹൈസ്കൂൾ ഒരുപാട് മുന്നോട്ട് പോകും. ഇന്ന് അത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ സ്വാഭാവികമാണ് നമ്മുടെ സൗകര്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികം. അപ്പൊ ഇനിയും നമുക്ക് പഴയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ സ്ഥലപരിമിതി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വികസന രേഖയാണ് ഇവിടെ ഒരു പദ്ധതി മനസ്സിൽ കണ്ടുകൊണ്ട് 6 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട്, അങ്ങനെ 2030 വരെയുള്ള പദ്ധതികൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും പ്രധാനം നമുക്കറിയാം, പദ്ധതികൾ, വികസന പദ്ധതികൾ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് അതിനൊരു സമയബന്ധിതമായിട്ട് 6 മാസക്കാലം കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് വളരെയേറെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും ഇതൊരു നല്ല കാര്യമായി കാണുകയാണ്. നമുക്ക് ഈ പദ്ധതികൾ 6 മാസം എന്നൊക്കെ പറയുമ്പോഴുള്ള നമുക്ക് എത്രത്തോളം അത് പ്രായോഗികമായിട്ട് നടത്താൻ കഴിയുന്നതെങ്കിലും അങ്ങനെ നിങ്ങൾ ഒരു നിശ്ചയദാർഢ്യം കാണിച്ചത് നല്ല കാര്യമാണ്. അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മെയ് മാസം കൂടി കഴിയാൻ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നു, മൺസൂൺ മഴ തുടങ്ങുകയായി. അപ്പോൾ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് നിങ്ങൾ എന്താണോ തീരുമാനിച്ച് അതിനകത്ത് എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ച് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ലീപ് വികസന പദ്ധതി രേഖ സമർപ്പിക്കുന്നതിന് മുന്നിൽ തുടങ്ങിയ PTA ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് ഷെരീഫ് തുറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യങ്ങളിലും പാഠ്യേതര രംഗത്തും സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ PTA-യും SMC-യും ചേർന്നാണ് വികസന രേഖ തയ്യാറാക്കിയത്. ഒരു പൊതുവിദ്യാലയത്തിന് സാധ്യമാകുന്ന പരമാവധി ഉന്നമനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. 4 ഘട്ടങ്ങളിലായിട്ടാണ് പദ്ധതി പൂർത്തീകരിക്കുക. 1-ാം ഘട്ടത്തിൽ ക്ലാസ് മുറികളുടെ നവീകരണവും ബ്യൂട്ടിഫിക്കേഷനും നടത്തും. 2-ാം ഘട്ടത്തിൽ ലാബുകളുടെ ആധുനികവൽക്കരണവും സ്മാർട്ട് ക്ലാസ് റൂം നിർമ്മാണവും നടത്തും. 3-ാം ഘട്ടത്തിൽ ഓഡിറ്റോറിയം, ഇൻഡോർ സ്റ്റേഡിയം എന്നിവയും 4-ാം ഘട്ടത്തിൽ പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണം, സ്കൂൾ ഗ്രൗണ്ട് എന്നിവയും പദ്ധതി വിഭാവനം ചെയ്യുന്നു. 1-ാം ഘട്ടം 6 മാസം കൊണ്ട് പൂർത്തിയാക്കും. മറ്റു ഘട്ടങ്ങൾ യഥാക്രമം 1 വർഷം, 2 വർഷം, 5 വർഷം എന്നീ കാലയളവിൽ പൂർത്തിയാക്കാനുമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC കുഞ്ഞിമുഹമ്മദ്, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, VAK തങ്ങൾ, PT ജബീബ് സുക്കീർ, ഷിഹാബുദ്ദീൻ, ഗിരീഷ് പൈക്കാടൻ, വിവിധ സന്നദ്ധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് KT സലീം, ഉമ്മർ തുറയ്ക്കൽ, N കബൂൽ, A സബാഹ്, ട്രോമ കെയർ പ്രതിനിധി ഉണ്ണി വണ്ടൂർ, മുരളി കാപ്പിൽ, അഷ്റഫ് പാറശ്ശേരി, അരുൺ കാപ്പിൽ, M സുബൈർ, DEO, SMC ചെയർമാൻ CM ജയപ്രകാശ്, പ്രിൻസിപ്പൽ O വിനോദ്, CTP ഉണ്ണി മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.